സഹോദരങ്ങളെ, ഇനി നമ്മളുടെ വിചിത്ര വിശ്വാസ അനുഷ്ഠാന ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ചില സംഗതികൾ. ഇവിടെ നേരത്തെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി മനുസ്മൃതിയിൽ സൃഷ്ടിപ്പിനെ പറ്റി തന്നെ പറയുന്നൊരു ഭാഗം, ബ്രഹ്മാവ് ഇന്ദ്രാദി ദേവന്മാരെയും കർമ്മസ്വഭാവമുള്ള പ്രാണികളെയും അപ്രാണികളായ ശിലാദികളെയും സൂക്ഷ്മരൂപികളായ സാധ്യന്മാരുടെ ഗണത്തെയും നിത്യമായ യജ്ഞത്തെയും സൃഷ്ടിച്ചു എന്നാണ്. ഇവിടെ ഇന്ദ്രൻ പോലുള്ള ദേവന്മാർ, അതുപോലെ തന്നെ കർമ്മസ്വഭാവമുള്ള പ്രാണികൾ, അതായത് ജീവനുള്ള വസ്തുക്കളാണ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്രാണികളായിട്ടുള്ള ശിലാദികൾ, അതായത് പ്രാണനില്ലാത്ത ജീവനില്ലാത്ത വസ്തുക്കൾ. പിന്നെ സൂക്ഷ്മരൂപികളായ സാധ്യന്മാർ എന്ന് പറഞ്ഞാൽ ഒരു ദേവഗണമാണ്. ഈ ദേവഗണത്തെ സംബന്ധിച്ച് പറയുന്നത്, മനുസ്മൃതിയിൽ പറയുന്നത് ഇവരെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു എന്നാണ്. എന്നാൽ മഹാഭാരതത്തിൽ പറയുന്നത് വിരാട് പുരുഷൻ്റെ അണ്ഡത്തിൽ നിന്നുണ്ടായവരാണ് ഈ സാധ്യന്മാരായിട്ടുള്ള ഈ ദേവഗണം എന്നാണ്. അപ്പോൾ രണ്ട് അഭിപ്രായമുണ്ട്. ഒന്ന് ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണ് എന്നാണ്, മറ്റൊന്ന് വിരാട് പുരുഷൻ്റെ അണ്ഡത്തിൽ നിന്ന് ജന്മം കൊണ്ടവരാണ് ഈ സാധ്യന്മാരായിട്ടുള്ള ദേവന്മാരെന്നുള്ളതാണ്. മറ്റൊന്ന്, അതിന് ശേഷം യജ്ഞസിദ്ധിക്കായിട്ട്, അതായത് മനുസ്മൃതിയിൽ 23-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, യജ്ഞസിദ്ധിക്കായി ബ്രഹ്മാവ് അഗ്നി, വായു, രവി എന്നിവയിൽ നിന്ന് സനാതനവും ഇർക്ക്, അതുപോലെ തന്നെ യജുസ്, സാമം എന്നീ മൂന്ന് വിധ വേദങ്ങളെയും ആകർഷിച്ചു എന്നാണ്. അപ്പോൾ യജ്ഞസിദ്ധി വരുത്താൻ വേണ്ടിയാണ് അഗ്നി, അതുപോലെ വായു, സൂര്യൻ എന്നിവയെ സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ സാമം, യജുസ്, ഇർഗ് എന്നീ വേദങ്ങളെ ആകർഷിച്ചു. ഇവിടെ ബൈബിൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രത്തോളം വിശദമായിട്ടൊന്നും പറയുന്നില്ല. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറയുന്നത് ഈ യജ്ഞസിദ്ധിക്കായിട്ടാണ് ദൈവം അള്ളാഹു സൂര്യനെയും അതുപോലെ തന്നെ അഗ്നിയെയും വായുവിനെയും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ളതെന്നല്ല. ഇവിടെ ഖുർആൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഖുർആൻ മനുഷ്യനോട് സംസാരിക്കുന്നു. ഖുർആനിൻ്റെ യഥാർത്ഥ വിഷയം തന്നെ മനുഷ്യനാണ്. മനുഷ്യനും അവൻ്റെ സൃഷ്ടാവും തമ്മിലുള്ള ബന്ധത്തെ അരക്കിട്ടുറപ്പിക്കാവുന്ന വിധത്തിൽ, അള്ളാഹുവിനെ മനുഷ്യന് പരിചയപ്പെടുത്തുന്ന വിധത്തിൽ, മനുഷ്യന് അള്ളാഹു എന്തൊക്കെ നന്മകളാണ്, അനുഗ്രഹങ്ങളാണ് ചൊരിഞ്ഞിട്ടുള്ളതെന്നുള്ള അർത്ഥത്തിലാണ് ഖുർആൻ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പലപ്പോഴും സംസാരിക്കാറുള്ളത്. അവിടെ ഖുർആൻ പറഞ്ഞത് ആകാശഭൂമികളെ ഖലഖസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ അള്ളാഹു സൃഷ്ടിച്ചു. ഖലഖശ്ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും അവൻ സൃഷ്ടിച്ചു. അതുപോലെ വായു, വെള്ളം പോലുള്ള മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ സംഗതികളുണ്ടോ അതിനൊക്കെ പറ്റി പറയുമ്പോൾ ഖുർആൻ പറയുന്നത് അതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി? ഖുർആൻ മൊത്തത്തിൽ അത് സംബന്ധിച്ച് പറഞ്ഞത് ഖലഖലക്കും മാഫിൽ അർളി ജമിയ, ഭൂമിയിലുള്ള എല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. അതുപോലെ സഖറ സമാവാതി വൽ അർദ്, സഖറലക്കും മാഫിസ് സമാവാതി മാഫിൽ അർദ്, സഖറലക്കും ശംസ വൽ ഖമർ, സൂര്യൻ, ചന്ദ്രൻ, അതുപോലെ ആകാശങ്ങളിലുള്ളത്, ഭൂമിയിലുള്ളത്, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് സഹായകമാവുന്ന വിധത്തിൽ അള്ളാഹു സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ ഹൈന്ദവ കാഴ്ചപ്പാടും ഇസ്ലാമിക കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ഈ സംഗതികളൊക്കെ മനുഷ്യനുമായി ബന്ധപ്പെടുത്തി അവൻ്റെ ജീവിതത്തിന് ഉതകുന്ന വിധത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ അതിലൂടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൻ്റെയൊക്കെ സൃഷ്ടാവും നിങ്ങളുടെ തന്നെയും സൃഷ്ടാവായിട്ടുള്ള ഈ അനുഗ്രഹങ്ങളുടെയൊക്കെ ദാതാവായിട്ടുള്ള അള്ളാഹുവിന് വിധേയപ്പെടുകയും അവനെ നിങ്ങളുടെ ഏക ഇലാഹായിട്ട്, നിങ്ങൾ ആർക്കാണോ യഥാർത്ഥത്തിൽ വണങ്ങേണ്ടത്, കീഴ്പ്പെടേണ്ടത്, ആരോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്,
അതിൻ്റെ എല്ലാം ആളായിട്ട് ഈ അള്ളാഹുവിനെ കാണണം എന്ന് പറയാനാണ് ഖുർആൻ ഇതൊക്കെ പറയുന്നത്. അതേസമയം ഹൈന്ദവ വേദങ്ങളിലും ഇതുപോലുള്ള മനുസ്മൃതി പോലുള്ള സംഗതികളിലൊക്കെ മറ്റൊരർത്ഥത്തിലാണ് അത് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ യജ്ഞസിദ്ധിക്കായിട്ട് ബ്രഹ്മാവ്, അഗ്നി, വായു, രവി എന്നിവയെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേദങ്ങൾ നൽകുന്നത് എന്തിനാണ്? വേദങ്ങൾ നൽകുന്നതും മനുഷ്യൻ്റെ ധാർമ്മികവും ഭൗതികവുമായിട്ടുള്ള ജീവിതം കരുപ്പിടിപ്പിക്കാനും അതിന് അത്യാവശ്യം വേണ്ട നിയമങ്ങൾ അവരെ പഠിപ്പിക്കാനും അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാനുമാണ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. എന്നാൽ ഹൈന്ദവ വേദങ്ങളെ സംബന്ധിച്ച് അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാട് അവർ സമർപ്പിക്കുന്നില്ല എന്നത് ഇത്തരുണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. എന്നിട്ട് പിന്നീട് പറയുന്നത്, പിന്നീട് ബ്രഹ്മാവ് കാലവിഭാഗങ്ങളായിട്ടുള്ള വർഷം, മാസം എന്നിവയെയും കൃത്തിക ദിന നക്ഷത്രങ്ങളെയും സൂര്യാദി ഗ്രഹങ്ങളെയും നദികളെയും സമുദ്രങ്ങളെയും പർവ്വതങ്ങളെയും സമതലങ്ങളെയും നിമ്നോദങ്ങളെയും സൃഷ്ടിച്ചു. ഇവിടെയും വിശുദ്ധ ഖുർആനിന് പറയാനുണ്ട്. ഖുർആൻ ഇവിടെ പറയുന്നത് ദിവസം, അതുപോലെ മാസം, വർഷം ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചു തന്നെയാണ്. ഇന്ന ഇദ്ദത്തെ ഷുഹൂരി എന്തല്ലാഹി 12 ഷഹ്റൻ എന്ന് ഖുർആൻ ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആകാശഭൂമികളെ സൃഷ്ടിച്ച നാൾ മുതൽ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിൽ, അല്ലെങ്കിൽ പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭാഗമായി വരുന്ന സമയം, ആ സമയത്തിൻ്റെ കൃത്യത അള്ളാഹു ഇന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യത എന്ന് പറഞ്ഞത് വർഷത്തിൽ 12 മാസം, മാസത്തിൽ ഇത്ര ദിവസം, അതുപോലെ തന്നെ ഇത്ര ആഴ്ച, ദിവസത്തിൽ ഇത്ര മണിക്കൂർ, ഇത്ര മിനിറ്റ്, ഇത്ര നിമിഷങ്ങൾ എന്നൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ അള്ളാഹു മനുഷ്യനുമായി ബന്ധപ്പെടുത്തിയിട്ട് അവൻ്റെ ജീവിതത്തിന് ഉണ്ടാവേണ്ട ചട്ടവട്ടങ്ങളും അതിൻ്റെ വ്യവസ്ഥയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഖുർആൻ ഇതൊക്കെ എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് ഇതിലൂടെയൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ദൈവത്തെ കണ്ടെത്തുക, അവന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നുള്ളത് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഇനി ദേവാദി പ്രജകളെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച് ബ്രഹ്മാവ് തപസ്, വാക്ക്, രതി, കാമം, ക്രോധം എന്നിവയെ സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ ദേവാദി പ്രജകളെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നത്? തപസ്, അതുപോലെ വാക്ക്, രതി, കാമം, ക്രോധം എന്നിവയെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. അത് ഖുർആനിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ തപസ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ വിധേയപ്പെട്ട് അവനോട് അവൻ്റെ പ്രീതി നേടിയെടുക്കാൻ വേണ്ടി നടത്തുന്ന യജ്ഞം എന്നുള്ള പ്രവൃത്തി എന്നുള്ള അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ അതിനെ കാണുന്നത് മനുഷ്യന് അള്ളാഹുവിൻ്റെ, അവൻ്റെ സൃഷ്ടാവിൻ്റെ പ്രീതി നേടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങളെയാണ്. അല്ലാതെ ഹൈന്ദവ വേദങ്ങളിലോ അധ്യാപനങ്ങളിലോ പറയുന്നത് പോലുള്ള ഒരു തപസ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നമ്മൾക്ക് കാണാൻ കഴിയില്ലാന്നുള്ളതാണ്. പിന്നെ വാക്ക്, രതി, കാമം, ക്രോധം എന്നിവ ഇത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. ഇതിൽ ചില നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ അത് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെയാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്നത് എന്നുള്ളതാണ്. യജ്ഞാദികളായ ധർമ്മങ്ങളെയും കർത്തവ്യങ്ങളെയും അതുപോലെ തന്നെ ബ്രഹ്മഹത്യാദികളായ അധർമ്മങ്ങളും അകർത്തവ്യങ്ങളും വിവേചിച്ചു എന്നാണ്. അതായത് യജ്ഞാദികളായിട്ടുള്ള ധർമ്മങ്ങൾ, അതായത് ധർമ്മം, കർത്തവ്യം, ഈ രണ്ട് സംഗതി. അധർമ്മം അതുപോലെ തന്നെ അകർത്തവ്യം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതും, മനുഷ്യൻ ചെയ്യേണ്ടതും ചെയ്യാൻ പാടുള്ളതും ആയിട്ടുള്ള സംഗതികൾ, അതുപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്തു കൂടാത്തതുമായിട്ടുള്ള സംഗതികൾ ഇതൊക്കെ സൃഷ്ടിച്ചു, വിവേചിച്ചു. അവിടെ സൃഷ്ടിപ്പല്ല, വിവേചിക്കാണ്. ധർമ്മത്തിൻ്റെ ഫലം സുഖമാണ്, അധർമ്മത്തിൻ്റെ ഫലം ദുഃഖമാണ്. ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ഫലങ്ങളായ സുഖദുഃഖങ്ങളോട് പ്രജകളെ യോജിപ്പിച്ചു എന്നാണ്. ഇവിടെ ഖുർആൻ പറയുന്ന ഒരു സംഗതിയുണ്ട്. മനുഷ്യന് അവൻ്റെ ധർമാധർമ്മങ്ങൾ അത് മനുഷ്യൻ്റെ പ്രകൃതിയിൽ തന്നെ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
ഖുർആൻ പറയുന്നത്. അൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ, മനുഷ്യന് അവൻ്റെ തഖ്വ, അവൻ്റെ ധർമ്മം, അതുപോലെ ഫുജൂർ, അധർമ്മം, അതെന്താണ് എന്നത് അവന് ബോധനം നൽകി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പറഞ്ഞാൽ എന്താണ്? അൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വ ഖദ് ഖാബ മൻ ദസ്സാഹ. അതിൽ സ്വന്തം നഫ്സിനെ, അതായത് മനസ്സിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചു, അല്ലാത്തവൻ പരാജയപ്പെട്ടു. അപ്പോൾ ഈ അധർമ്മങ്ങൾ, ധർമ്മങ്ങൾ, അതുപോലെ ബാധ്യതകൾ, കർത്തവ്യങ്ങൾ, അകർത്തവ്യങ്ങൾ, ഇതൊക്കെ മനുഷ്യന് ഒന്ന് അവൻ്റെ പ്രകൃതിയിൽ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളൊരു ബോധം ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടാമത് അത് തിരിച്ചറിയാൻ അത് ഏതൊക്കെയാണ് എന്ന് അവനെ പഠിപ്പിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യുന്നുണ്ട്? സന്മാർഗത്തിൻ്റെ അധ്യാപനങ്ങൾ അവന് നൽകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ വേദം, ഖുർആൻ്റെ ഭാഷയിൽ വേദം എന്ന് പറയാം. അപ്പോൾ അതനുസരിച്ച് പോകുമ്പോൾ അവൻ ഈ ദുനിയാവിൽ തന്നെ സുഖദുഃഖങ്ങൾ, അതായത് ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ അവന് സന്തോഷം കിട്ടും, സുഖം കിട്ടും. അതുപോലെ തന്നെ അധർമ്മത്തിൻ്റെ വഴിയാണ് പോകണമെങ്കിൽ അവന് ദുഃഖിതനായി കഴിയേണ്ടി വരും. പക്ഷേ അതിവിടെ ശാശ്വതമായി നിലനിൽക്കുന്ന ഒരു സംഗതിയല്ല. എന്നാൽ ഇതിന് അന്തിമമായിട്ട് അവന് ലഭിക്കാൻ പോകുന്നത് ഖുർആൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ, ദൈവത്തിൻ്റെ പ്രീതിയാണ്. അവൻ്റെ മരണാനന്തര ജീവിതത്തിലുള്ള സുഖദുഃഖങ്ങളാണ് അവിടെ അവന് അന്തിമമായിട്ട് വിധിക്കപ്പെട്ടിട്ടുള്ള പ്രതിഫലം എന്ന് പറയുന്നത്. പിന്നെ പഞ്ചമഹാഭൂതങ്ങളും സൂക്ഷ്മങ്ങളായ തന്മാത്രകളും നശ്വരങ്ങളായ മഹാഭൂതങ്ങളായി പരിണമിച്ച് അവയോട് ചേർന്ന് ജഗത്ത് മുഴുവൻ സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ ജഗത്ത്, അതായത് പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് ആരാണ്? അത് ബ്രഹ്മാവാണ്. ഇവിടെ ബ്രഹ്മാവ് ആരാണെന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മം ശക്തിയുടെ ബീജം എന്നുള്ളവർക്ക് ആ ശക്തിയുടെ ബീജത്തെ ജലത്തിൽ നിക്ഷേപിക്കുകയും അത് അണ്ഡമായി രൂപാന്തരപ്പെട്ട് അണ്ഡത്തിൽ നിന്ന് ഒരു വർഷക്കാലം അതിൻ്റെ ഉള്ളിൽ കുടിയിരുന്ന് ബ്രഹ്മാവ് രംഗത്ത് വരികയുമാണ് ചെയ്തിട്ടുള്ളത്. ആ ബ്രഹ്മാവാണ് ജഗത്തിനെ സൃഷ്ടിക്കുന്നത് എന്നാണ് ഹൈന്ദവ കാഴ്ചപ്പാട്. അതേവസരം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ജഗത്തിനെ ഇങ്ങനെയുള്ള ഒരു സംവിധാനം അള്ളാഹു ഏർപ്പെടുത്തിയിട്ടില്ല. അതായത് പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി മറ്റൊരാളെ സൃഷ്ടിക്കുക, എന്നിട്ട് അയാൾ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക എന്നുള്ളതല്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അണ്ഡത്തിൽ ഒരാൾ കുടിയിരുന്നിട്ട് അയാളിങ്ങനെ ജീവിച്ചു എന്നാണ് രംഗത്ത് വരിക എന്നുള്ളതും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടല്ല. ഒരുപക്ഷെ ഇതൊക്കെ പിൻകാലത്ത് പുരോഹിതന്മാർ കടത്തിക്കൂട്ടിയിട്ടുള്ള സംഗതികളാവാനാണ് സാധ്യത. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നേർക്ക് നേരെ അള്ളാഹു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ അടുക്ക് വേറെ ഒരു മധ്യവർത്തിയില്ല. അത് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഉമാലഹു മിൻഹും മിൻ ദഹീർ, ഉമാലഹു ഫീഹിമാ മിൻഹും മിൻ ദഹീർ. ആകാശഭൂമികളിൽ അള്ളാഹുവിന് സഹായികളായിട്ട് ആരുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹൈന്ദവധർമ്മവും ഇസ്ലാമും വേർപിരിയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ. എന്നാൽ ഈ കാര്യങ്ങളിലൊന്നും ബൈബിളിന് വ്യക്തമായിട്ടുള്ള അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളൊന്നുമില്ല, വിശദീകരണങ്ങളൊന്നുമില്ല. 6 ദിവസം കൊണ്ട് എന്തൊക്കെ സൃഷ്ടിച്ചു എന്നുള്ളൊരു സംഗതി മാത്രമാണ് ബൈബിൾ പറഞ്ഞു വെക്കുന്നത് എന്നതാണ് ഈ 3 വേദങ്ങളും തമ്മിൽ നമ്മൾ പഠന വിധേയമാക്കുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് പറയുന്നത്.